ചിക്കനും നൂഡിൽസും ഒക്കെ ചേർത്ത് വളരെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു കട്ട്ലറ്റ് ആണ് ചിക്കൻ ആൻഡ് നൂഡിൽസ് കട്ട്ലറ്റ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാദുള്ള കട്ട്ലറ്റ് ആണിത്. വളരെ എളുപ്പത്തിന് നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ഇനി വെജിറ്റേറിയൻ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ചിക്കന് പകരം ഉരുളക്കിഴങ്ങ് ചേർക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചിക്കൻ ആൻഡ് നൂഡിൽസ് കട്ട്ലറ്റ് തയ്യാറാക്കുക എന്ന് നോക്കാം. നമുക്ക് അതിന് പരിചയപ്പെടുത്തുന്നു സമീന. ചിക്കൻ ആൻഡ് നൂഡിൽസ് കട്ട്ലറ്റ് തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 3-4 സവോള അരിഞ്ഞത്, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് 1 ബൗള്, വേവിച്ച നൂഡിൽസ് 250 ഗ്രാം, 1 ബൗൾ സ്പ്രിംഗ് ഓണിയൻസ്, 1 ബൗൾ ക്യാബേജ്, വേവിച്ചതിന് ശേഷം നുറുക്കിയെടുത്ത ചിക്കൻ 200 ഗ്രാം, ക്യാപ്സിക്കം 1 ബൗൾ, ഉപ്പ്, ഇഞ്ചി 1 ടീസ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കോൺഫ്ലോർ 2-3 ടീസ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ, ഗ്രീൻ ചില്ലി സോസ് 1 ടീസ്പൂൺ, മുട്ട 1, എണ്ണ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അതിലേക്ക് അരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് ഇത് നന്നായിട്ട് പാകം ചെയ്യുക. നല്ല ബ്രൗൺ നിറമായതിനു ശേഷം ഇതിലേക്ക് 1.5 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 സ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർക്കുക. ഇനി ഇതിലേക്ക് മുളക് പൊടിയും ചേർക്കണം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വേവിച്ച ചിക്കനും ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു 3-4 മിനിറ്റ് ഇത് പാകം ചെയ്യണം. ഇനി ഇതിലേക്ക് ഗ്രീൻ ചില്ലി സോസും സോയാ സോസും ചേർക്കണം. എന്നിട്ട് ഇളക്കി കൊടുക്കുക. അല്പം ഉപ്പും ചേർക്കണം. ഇതൊരു 2 മിനിറ്റ് പാകം ചെയ്യാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ്, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം എന്നിവ ചേർത്ത് കൊടുക്കുക. സ്പ്രിംഗ് ഓണിയനും ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് പാകം ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് വെന്തു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫാക്കാം. ഇതൊന്ന് തണുക്കാൻ അനുവദിക്കുക. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിനുശേഷം വേവിച്ച നൂഡിൽസും ഒരു 2-3 ടീസ്പൂണോളം കോൺഫ്ലോറും ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് ഉരുട്ടി പരത്തിയെടുക്കാം. ഒരു കട്ട്ലറ്റിന്റെ ഷേപ്പിലാക്കി എടുക്കണം. ഇനി ഒരു പാനിൽ നന്നായിട്ട് എണ്ണ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ഈ പരത്തി എടുത്തിട്ടുള്ള കട്ട്ലറ്റുകൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. ഇവിടെ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിനി ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ ആൻഡ് നൂഡിൽസ് കട്ട്ലറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കട്ട്ലറ്റ് ആണിത്. അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു കട്ട്ലറ്റ് കൂടിയാണിത്. ഇങ്ങനെയൊരു കട്ട്ലറ്റ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.